എലമെൻ്റ് ഓഫ് കോസ്റ്റ് ആണ്. ഇനി കോസ്റ്റിങ്ങിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്, പ്രോബ്ലംസ് ചെയ്യാനുള്ളതാണ്. കോസ്റ്റിൻ്റെ എലമെൻറ്റ് ബേസിലാണ് നമ്മൾ ഇനി ഓരോന്നും പഠിക്കുന്നത്. അപ്പോൾ കോസ്റ്റിനെ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എലമെൻറ്റ് ബേസിൽ 3ആയിട്ടാണ്. നമ്മൾ പറഞ്ഞത് മെറ്റീരിയലും ലേബറും എക്സ്പെൻസും. ഈ മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്. അതേപോലെ തന്നെ ലേബർ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, എക്സ്പെൻസ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയലാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ആൻ ആർട്ടിക്കിൾ ഓർ പ്രൊവൈഡിങ് എ സർവീസ്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാലോ, ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഓർ കൺസ്യൂംഡ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന മെറ്റീരിയൽ കോസ്റ്റാണ് മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ദി ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ തന്നെ ആ മെറ്റീരിയൽ ഡയറക്റ്റായിട്ട് ആ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ, സിംപ്ലി അതാണ്. അപ്പോൾ ദീസ് ആർ ദോസ് മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പ്രൊഡക്റ്റ് ഓർ ജോബ് ആൻഡ് ക്യാൻ ബി കൺവീനിയൻ്റ്ലി മെഷേർഡ് ആൻഡ് ചാർജ്ഡ് ടു എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രോസസ് മെറ്റീരിയൽ ഓർ പ്രൊഡക്റ്റീവ് മെറ്റീരിയൽ ഓർ പ്രൈം കോസ്റ്റ് മെറ്റീരിയൽ എന്നും പറയും. അപ്പോൾ അതിന് പറയുന്ന മറ്റ് പേരുകൾ പ്രൈം കോസ്റ്റ് മെറ്റീരിയൽ, പ്രോസസ് മെറ്റീരിയൽ, പ്രൊഡക്റ്റീവ് മെറ്റീരിയൽ എന്നൊക്കെയാണ്. അപ്പോൾ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. Then it is defined as material cost which can be identified with and allocated to a cost center or cost unit. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് എന്ത്, മെറ്റീരിയൽ കോസ്റ്റ്, ICMA ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദോസ് മെറ്റീരിയൽ വിച്ച് കനോട്ട് ബി ഐഡൻറ്റിഫയബിൾ. ഇപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയലിന് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു റോ മെറ്റീരിയൽ. ഇപ്പോൾ ടിമ്പർ ഇൻ ഫർണിച്ചർ മേക്കിംഗ് അല്ലേ, ടിമ്പറാണ് അതിൻ്റെ റോ മെറ്റീരിയൽ. ഇപ്പോൾ ഷൂ മേക്കിംഗ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ലെതറാണ്. ഇപ്പോൾ ബ്രിക്ക് മേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ക്ലേ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ക്ലോത്താണ് ഡ്രസ് മേക്കിങ്ങിൽ, പേപ്പറാണ് ബുക്ക് മേക്കിങ്ങിൽ. ഇങ്ങനെ ഓരോന്നിനും ഓരോ റോ മെറ്റീരിയൽ ഉണ്ട്. അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡു നോട്ട് ഫോം ദി പാർട്ട് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഇപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ, ദീസ് ആർ ദോസ് മെറ്റീരിയൽ വിച്ച് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പ്രൊഡക്റ്റ് ഓർ ജോബ്. പ്രൊഡക്റ്റോ ജോബുമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ അതേപോലെ തന്നെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ യൂസ്ഡ് ഫോർ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, റിപ്പയറിനും മെയിൻ്റനൻസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ യൂസ്ഡ് ഫോർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ തന്നെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, കോട്ടൺ വേസ്റ്റ്, അത്തരം മെറ്റീരിയലുകളൊക്കെ ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്. ഓക്കെ, അപ്പോൾ ICMA ഡിഫൈൻ ചെയ്യുന്നത് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് കനോട്ട് ബി അലോക്കേറ്റഡ് ബട്ട് വിച്ച് ക്യാൻ ബി അപ്പോർഷൻ ടു ഓർ അബ്സോർബ്ഡ് ബൈ കോസ്റ്റ് സെൻറ്റർ ഓർ ദി കോസ്റ്റ് യൂണിറ്റ്. ഇനി അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് ലേബറാണ്. നമുക്കറിയാം ലേബേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. വർക്കേഴ്സ് ഫാക്ടറിയിൽ വർക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ അണ്ടർടേക്കൺ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു, അവർ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ലേബർ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ വർക്ക് എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഗേജ് ചെയ്യുന്നവരാണ് ലേബർ അല്ലേ, നമുക്കറിയാം തൊഴിലാളികൾ. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷനെയാണ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവരെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ലേബർ ഉണ്ട്, ഇൻഡയറക്റ്റ് ലേബർ ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ, ആ മാനുഫാക്ചറിങ് പ്ലാന്റിൽ, യൂണിറ്റിൽ ഉണ്ടായിരിക്കുന്ന ലേബേഴ്സാണ് ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. It refers to the labor which can be identified with a particular product or product. ഇപ്പോൾ ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ ആ വർക്കേഴ്സാണ് ഫാക്ടറിയിൽ ഉണ്ടാകുന്നത്.
ദെൻ ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് ICMA ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ലേബർ കോസ്റ്റ് വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ആൻഡ് അലോക്കേറ്റഡ് ടു കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ യൂണിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത്ര വർക്കേഴ്സിന് ഇത്ര വേജ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് വേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, അതാണ് ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ലേബർ വിച്ച് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, ആ പ്രൊഡക്റ്റിൻ്റെ ഭാഗമല്ല, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ക്ലീനിങ് സ്റ്റാഫ്, ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ വർക്കേഴ്സ്, അല്ലെങ്കിൽ ക്യാൻറ്റീനിലെ എംപ്ലോയീസ്, സൂപ്പർവൈസേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഇൻസ്പെക്ടേഴ്സ്, സെക്യൂരിറ്റി സ്റ്റാഫ്, ഇവരൊക്കെ ഇൻഡയറക്റ്റ് ലേബേഴ്സാണ്. അവർ പ്രൊഡക്ഷനിൽ നേരിട്ട് എൻഗേജ് ചെയ്യുന്നില്ല. ദെൻ അനദർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസസ് ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ഓൾ കോസ്റ്റ് അതർ ദാൻ മെറ്റീരിയൽ ആൻഡ് ലേബർ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് നമ്മൾ നേരത്തെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞതാണ്. ഓൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത് മറ്റ് ലേബർ കോസ്റ്റും അതുപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റും അല്ലാത്ത എക്സ്പെൻസുകളൊക്കെ എന്തിലാണ് വരിക, എല്ലാ കോസ്റ്റുകളും എക്സ്പെൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരിക. അതിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു എക്സ്പെൻസസ് വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റുമായിട്ട് വരുന്ന എക്സ്പെൻസുകൾ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത്തരം എക്സ്പെൻസുകൾ ആണ് ചാർജബിൾ എക്സ്പെൻസ്, അതുപോലെ തന്നെ പ്രോസസ് എക്സ്പെൻസ്, കോസ്റ്റ് എക്സ്പെൻസ് ഒക്കെ വരുന്നത്. അതായത് ഇപ്പോൾ ഹയറിങ് ചാർജസ്, അതുപോലെ കോസ്റ്റ് ഓഫ് പ്ലാൻസ്, ഡിസൈന്, ഇത്തരം ഇപ്പോൾ ഫീ പെയ്ഡ് ടു ആർക്കിടെക്റ്റ്, ഇങ്ങനത്തെ എക്സ്പെൻസുകളൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ എക്സ്പെൻസസ് വിച്ച് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ ജോബ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രൊഡക്റ്റുമായിട്ടോ ജോബുമായിട്ടോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. റെൻ്റ് ആൻഡ് റേറ്റ്, ഇൻഷുറൻസ്, ലൈറ്റിംഗ്, ഹീറ്റിംഗ്, പെയിൻറ്റിങ് ആൻഡ് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ്, ഇത്തരം എക്സ്പെൻസുകൾ, അഡ്വർടൈസിങ്, ഇത്തരം എക്സ്പെൻസുകളെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു ആരോ കൊടുത്തിട്ടുള്ളത്, ആരോ ഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ട് ആരോ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നതാണ് എന്ത്, പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് എന്നാണ് പറയുക. ഇനി ഇൻഡയറക്റ്റ് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ പറയുന്ന പേരാണ് ഓവർ ഹെഡ് എന്ന്. ഓക്കെ, സോ ദീസ് ആർ ദി എലമെൻറ്റ് ഓഫ് കോസ്റ്റ്.